കേരള വിഷൻ ന്യൂസ് വോട്ടംഗം ഇന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചിലാണ്. ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ചാണിത്. നമുക്ക് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാഴ്ചകൾ. വരൂ. കണ്ണൂർ ജില്ലയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനും ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ കരുത്തിൻ്റെ കൽഹാരം എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രീയമായി ഏത് മുന്നണിയുടെയും ആവേശത്തിൻ്റെ തലസ്ഥാനം. അവിടെയാണ് ഈ ആവേശത്തെ ഏറ്റുവാങ്ങാൻ കേരള വിഷൻ ന്യൂസിൻ്റെ വോട്ടംഗം എത്തിയിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ഓരോ അണുവിലും ആവേശം ഉൾക്കൊള്ളുന്ന കണ്ണൂരിനെ നമുക്കറിയാം. കണ്ണൂരിൻ്റെ സ്പന്ദനം ഏത് തരത്തിലാണ് ചലിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ലോക്സഭയിൽ എന്താണ് ജനസമ്മതി നൽകുന്നതെന്ന് നമുക്കറിയാം. ജനതയുടെ അഭിപ്രായങ്ങൾ തേടാം. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഇത് സർക്കാർ വലിയ നേട്ടം, ടൂറിസം നേട്ടം എന്ന രീതിയിൽ അവരോധിച്ചതാണ്, കൊണ്ടുവന്നതാണ്. അതോടൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും അലയടിച്ചതാണ്. ഈ തിരകൾക്കൊപ്പം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല, രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി അലയടിച്ചത് നമ്മൾ കണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം, എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്? കടലിളക്കം കാരണം നമ്മൾ ഉച്ചയ്ക്ക് നിർത്തി വെച്ചിരിക്കുന്നു. മോർണിംഗ് മുതൽ നിർത്തിവെച്ചതിന് മറ്റ് വേറെ പ്രശ്നങ്ങളോ പരാജയമോ ഒന്നുമില്ല. അങ്ങനെ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നല്ലേ? അതുണ്ടായിരുന്നു. പൊട്ടി തകർന്നു നമ്മൾ അയച്ചതായിരുന്നു അത്. പക്ഷെ അത് പൊട്ടി തകർന്നു. സർക്കാർ നേട്ടമായിട്ട് പറയുന്നു, എന്നാൽ പൊട്ടി തകർന്നു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നു. പക്ഷെ സത്യം പൊട്ടി തകർന്നൊന്നുമല്ല. എല്ലാം നമ്മൾ അയച്ചു വെച്ചതായിരുന്നു. കാരണം ഈ ഒരു സുരക്ഷയും മാനിച്ചില്ലേ, ചില അഗ്രസീവ് ആകുന്ന സമയങ്ങളിൽ അത് നമ്മൾ അയച്ചു വെക്കും. അത് എന്താ വെച്ചാല് ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ? ഇപ്പൊ വെക്കേഷൻ ടൈം അല്ലേ, ചൂടാണ്, വേനൽ ചൂട് അല്ലേ? ഈ ചൂടിനൊപ്പം തന്നെയാണല്ലോ ഇലക്ഷൻ്റെ ചൂട്. നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഞാൻ മുഴുപ്പിലങ്ങാട്, അതായത് കണ്ണൂർ ലോക്സഭ മണ്ഡലം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് ഇപ്പം കടുത്ത മത്സരമാണ്. സുധാകരനും MP ജയരാജനും, പിന്നെ അതേപോലെ വടകരയിൽ KK ശൈലജയും ഷാഫിയും അല്ലേ? ഈ വടകരയുടെയും പിന്നെ കണ്ണൂരിന്റെയും ഒക്കെ അല ഇവിടെ അടിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. അത് എന്നാലും ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വോട്ട് ചെയ്യേണ്ടതായിരിക്കണം ആർക്കാണെന്ന് അല്ലേ? മാറ്റം വേണമല്ലോ അല്ലേ? കേന്ദ്രത്തിലാ? അത് ശരി. ഓക്കെ, ചവിട്ടിയെ താന്നു പോവോ? നമസ്കാരം. എങ്ങനെയുണ്ട് ചൂട്? ഒരു ഇത് എന്താ ഇതിനൊക്കെ വില? ഇതുണ്ടോ? ഇതുണ്ടോ? ഒരു കുൽഫിയാ? നന്നായി പോകും. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? ഉഷാറായി പോകും. കണ്ണൂർ എങ്ങനെയുണ്ട് രാഷ്ട്രീയം? ചൂട് തണുപ്പിക്കാൻ ഐസ്ക്രീം കൊടുക്കാം, രാഷ്ട്രീയ ചൂട് തണുപ്പിക്കാൻ ഈ നല്ല രീതിയിൽ തിരക്കുണ്ടല്ലേ? എന്നാലും ആര് ജയിക്കും? രണ്ടാളും പോരാളികളല്ലേ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഗംഭീരമായി നടക്കുന്നു. നമ്മൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. UDF വളരെ ദുർബലമാണ്. അവരുടെ പ്രവർത്തനം പഴയതുപോലെ ഒരു ആവേശമൊന്നുമില്ല. അണികളെല്ലാം വളരെ കുറവാണ്. അത് തെരഞ്ഞെടുപ്പ് രംഗത്തറിയാൻ പറ്റും അല്ലേ? തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ പ്രവർത്തകരൊന്നും നേരത്തെ ഉള്ളതുപോലെയൊന്നും വളരെ സജീവമായിട്ടൊന്നും പ്രവർത്തകരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമുക്ക് നല്ല ആത്മവിശ്വാസം, നമ്മളെന്തായാലും ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ MP ജയരാജനാണെങ്കിൽ ഇവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധമുള്ള നേതാവ് അല്ലേ? അതായത് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. നേരത്തെ MLA ആയ ആളാണ്. പിന്നെ നന്നായിട്ട് താഴെത്തട്ടിലുള്ള നല്ല പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വിജയം സുനിശ്ചിതമാണ്. ഒരിതുമില്ല, ഒരു സംശയമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം? ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു സംശയമില്ല. അത് നിങ്ങളോട് പറയുന്നില്ല. ആണല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? ഇവിടെ വലിയ ആവേശമാണോ? നോക്കലില്ല. ഇല്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്?
നല്ലതാണ്, തെരഞ്ഞെടുപ്പ് നല്ലതാണ്. ഇവിടെ ഭയങ്കര അനൗൺസ്മെന്റ് ബഹളവും ഒക്കെയാണ് അല്ലേ? അനൗൺസ്മെന്റ് ഒക്കെ ഭയങ്കര ശല്യമാണോ? അല്ല ശല്യമൊന്നല്ല, നല്ല ലാഭം. എങ്ങനെയുണ്ട് പണിയൊക്കെ? എങ്ങനെയുണ്ട്? എന്താ ഇത് സാധനം? ഫാനോ? ഡൈനാമോ? ആ, ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? എല്ലാരും ഇങ്ങനെ ആവേശത്തിലാ അല്ലേ? നിങ്ങളുടെ പണി ഈ ഇലക്ഷൻ ആകുമ്പോൾ കൂടുവോ കുറയോ? അതിന് വലിയ മാറ്റമൊന്നും. ഈ ജനറേറ്റർ ഒക്കെ പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ അല്ലേ? അതിന് ഇതൊന്നും ഉപയോഗിക്കില്ല ഇല്ല. ചേട്ടന്റെ പേര്? സന്തോഷം. ഇവിടെ തന്നെ, ഇവിടുത്തെ തന്നെ, കണ്ണൂരുകാരൊക്കെ തന്നെ. ഏതാ മണ്ഡലം? ഏതാ നിയമസഭ? കാപ്പാടാ. ഞാൻ കാപ്പാടാ. കൊടുക്കേണ്ട ഒരു നിയമസഭാ മണ്ഡലം ഇപ്പൊ ഏത് വരും? കാപ്പാടാകുമ്പോ ഇവരൻ ഈ ഇതിൽ തന്നെ പഠിക്കും. ഇവിടെ തന്നെ പഠിച്ചു. കണ്ണൂർ പഠിച്ചു. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ഇപ്പൊ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അസുഖമൊക്കെ ഉള്ളവർ കൂടുതൽ വരും. ഇവിടെ ഇപ്പോ ഇത് പ്രിക്ലി ഹീറ്റ് പൗഡർ ഒക്കെയാണ് കൂടുതലായിട്ട് പോകുന്നത്. കൂടുതലും ബോഡിയെല്ലാം ഹീറ്റ്. തെരഞ്ഞെടുപ്പ് നല്ല ചൂടില്ല അല്ലേ? ചൂടാണ്. BJP ഓഫീസ് ഉള്ളതുകൊണ്ട് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ? ഇവിടെ സിഗ്നൽ ആയതുകൊണ്ട് ഇവരെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്. സൗണ്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ സിഗ്നലിൽ വണ്ടി ബ്ലോക്ക് ആക്കി അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഇതൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമായ ആർക്കാ സാധ്യത? ഇവിടെ രണ്ടാളും, പിന്നെ സുധാകരനും പിന്നെ ജയരാജനും. MP ജയരാജൻ രണ്ടാളും ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 50-50 ആണ് ഉള്ളത് സാധ്യത. ബുദ്ധിമാനാണ്, കച്ചവടക്കാരൻ തന്നെ. ശരി, പേരെന്തുവാ? എൻ്റെ പേര് നൗഫൽ. നൗഫലിന്റെ വീട്? എൻ്റെ വീട് സ്ഥലം തലപ്പുഴയാണ്. തലപ്പുഴ, അതായത് ഈ മണ്ഡലം അല്ലേ? ഈ മണ്ഡലമല്ല, ഞാൻ വയനാട് മണ്ഡലം. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നാട്ടിൽ ഗാന്ധി സുരേന്ദ്ര കേസ് MP ആയിട്ടുള്ള. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? കണ്ണൂരുകാരനാ? ഇവിടുത്തെ വോട്ടറുവാ അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? നല്ല ആവേശമുണ്ട്. ഏത് ഒരു രാഷ്ട്രീയ സാധ്യതയൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. പേടിച്ചിട്ടാ? ഇപ്പൊ ജനങ്ങള് എടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് സാധ്യതകളൊക്കെ? രാഷ്ട്രീയ സാധ്യതകൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥ. കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം. ആണല്ലേ? അതെ. ടൗൺ ആകുമ്പോൾ, ടൗൺ വിട്ട് ഈ മട്ടന്നൂര്, അതുപോലെ തന്നെ ധർമ്മടം, ഇങ്ങനെ ഓരോ മറ്റു മണ്ഡലങ്ങളും കൂടി പോകുമ്പം ചിത്രം മാറുമോ? അത് ഓരോ ഏരിയയിൽ വർഷങ്ങളായിട്ടുള്ള അതേ നിലപാട് തന്നെയല്ലേ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഭരണത്തിൻ്റെ കൊള്ളരായ്മ കാരണം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പല രീതിയിലും എല്ലാവരും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിലൊരു മാറ്റമില്ല. ഒരുപാട് പ്രയാസം ഇവിടുന്നുണ്ട് ജനങ്ങൾ പല രീതിയിലും. ആ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങൾ സ്വന്തം തിരിച്ചറിയേണ്ട കഴിവുണ്ടിപ്പോൾ. ആർക്കും ഇങ്ങനെ കൊടുക്കണം, പണ്ടത്തെ മാതിരിയൊന്നുമല്ല. ഓക്കെ, പേരെന്തുവാ? എൻ്റെ പേര് നസീർ. താങ്ക് യു. ഹലോ, നമസ്കാരം. ഈ വോട്ടംഗം കേരള വിഷൻ ന്യൂസിന്റെ ഞങ്ങൾ ഓരോ മണ്ഡലത്തിലൂടെ ഇങ്ങനെ കടന്നു വരിക. അപ്പോൾ കണ്ണൂരെത്തിയപ്പം ഇവിടെ നിന്ന് കയറാന്ന് വിചാരിച്ചു. എന്തുണ്ട്, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആവേശവുമാണ് പ്രവർത്തകരുടെ കാണാൻ സാധിക്കുന്നത്. അതെന്താ കാര്യം? കാരണം ഒന്ന്, രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉച്ചസ്ഥായിലാണ് ജനങ്ങളുടെ ഇടയിൽ. ഒന്ന് കേരള ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ NDA ഗവൺമെന്റിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ്. അതോടൊപ്പം പരമ്പരാഗതമായി നമുക്ക് ലഭിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ശ്രീമാൻ K. സുധാകരനെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ട്രെൻഡാണ് ഈ മണ്ഡലത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി നേരത്തെ UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. CPM കേന്ദ്രങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നതായിട്ട് കേട്ടത് K. സുധാകരനും നേരത്തെ BJPയിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകും എന്നൊക്കെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ്, അധ്യക്ഷനാകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ പ്രചരണം നടത്തുന്നത്. അതിനൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലും BJPക്ക് വോട്ട് ചെയ്യില്ല. ഒന്ന്, അദ്ദേഹം ഉണ്ടാക്കുന്ന നുണപ്രചരണമാണ്. K. സുധാകരൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. K. സുധാകരന് കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാഹചര്യമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത്.
അഭൂതപൂർവമായ എല്ലാ വിഭാഗം ജനങ്ങളും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത ഒരു ഇലക്ഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആ ട്രെൻഡാണ് കണ്ണൂർ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. ഇതൊക്കെ ഉണ്ടാക്കുന്ന നുണപ്രചരണമാണ്. കാരണം BJPക്കെതിരെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. വർഗീയ ഫാസിസത്തിനെതിരെ, അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ NDA ഗവൺമെന്റിനകത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു MP ആണ് കെ സുധാകരൻ. BJPക്കെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹം BJP ആവും, BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് എന്തുമാത്രം അബദ്ധവും അബദ്ധജടിലവുമാണത്. ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഹലോ, എന്തുണ്ട്? എങ്ങനെയുണ്ട് മോനെ ചൂട്? വേനൽ അവധിയൊക്കെ അല്ലേ? സ്കൂൾ അവധിയല്ലേ? മോൻ്റെ പേരെന്താ? റിയോൺ. റിയോൺ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മൈക്കിൾസ്. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ചൂടാവുമ്പോൾ കച്ചവടം കുറയില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കച്ചവടം കൂടുതൽ. കുറച്ച് നമുക്ക് ഓഫീസിന് കുറച്ച് ആളെ കിട്ടും. DC ഓഫീസിന്റെ മുൻവശത്തല്ലേ? ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ നേരിട്ട് ഒപ്പം വേനൽ ചൂടും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം? DCC ആയിട്ട് പേടിക്കണ്ട. ടൈറ്റ് ഫൈറ്റ് അല്ലേ? ടൈറ്റ് ഫൈറ്റ്. രണ്ടുപേരും പുലികളാണ്. സാധ്യതകളെ കാണാൻ പറയാൻ പറ്റുമോ? കണ്ണൂരാ? കണ്ണൂര് സുധാകരൻ സാധ്യത. നമ്മളിപ്പോൾ കണ്ണൂരിലാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. അവിടെ ഫേമസ് ആയ ഒരു കോക്ടെയിൽ ജ്യൂസ് കടയുണ്ട്. എപ്പോഴും ആളും തിരക്കുമാണ്. വേനൽ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടും സമ്മേളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ചൂട് അടിപൊളിയാണ്. അടിപൊളി ചൂട്. കച്ചവടം കൂടുതലല്ലേ? കച്ചവടം കൂടുതലാണ്. ഇലക്ഷൻ ചൂട്, പിന്നെ റംസാന്റെ ചൂട് കഴിഞ്ഞ്, ഫിഷ് ചൂട് കഴിഞ്ഞ്, ഇപ്പൊ നല്ലൊരു ചൂട്. ആളുണ്ട്, നല്ല ആളാണ്. ജ്യൂസ് കുടിക്കാൻ ആളാണ്. നമ്മളെ മുമ്പിൽ തന്നെ ഉള്ളത് തെരഞ്ഞെടുപ്പ് ആവേശം. നമ്മളെ മുമ്പിൽ തന്നെ, മുമ്പിലും ബേക്കിലും. ഇത് ജയരാജ, ബേക്കിലും സുധാകരൻ. അടിപൊളി. പേരെന്തുവാ? പേര് അബ്ദുൽ മജീദ്. അബ്ദുൽ മജീദ്. ഇവിടെ ഒരുപാട് നാളായിട്ടോ? നമ്മള് 2007 മുതലുണ്ട് ഇവിടെ. ഇവിടെ ഭയങ്കര തിരക്കാണല്ലേ? സ്പെഷ്യൽ കോക്ടെയിൽ. എന്താ ഇതിനകത്ത്? ക്യാരറ്റ്, പപ്പായ, പഴം, പാല്, ഐസ്ക്രീം രഹസ്യമൊന്നുമല്ല, പരസ്യമായിട്ട് അടിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് എടുക്കാം. സാറ് കുടിക്കും, കുടിച്ചിട്ട് അഭിപ്രായം. രണ്ട് ചൂടല്ലേ? രണ്ട് ചൂട്. ഇലക്ഷൻ ചൂടും പ്രകൃതിയുടെ ചൂടും. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രം? ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒന്നും പറയാൻ പറ്റാതെ ബലാബലോ. ജൂൺ 4 അറിയാൻ കഴിയും. ഓക്കെ. പേരെന്ത് ചേട്ടൻ? പേര് പുഷ്പൻ. ഇവിടെ തന്നെ വോട്ടർ? ഞാൻ മയിലും. അപ്പൊ ഈ ലോക്സഭാ മണ്ഡലം തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലേ? കണ്ണൂരിലെ ഫസ്റ്റ് തുടങ്ങിയ സംഭവം ഇത്. ഇനിയിപ്പോ 2-3 സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഇതാണ് കണ്ണൂർ ഏറ്റവും ഫേമസ് കോർണർ. ഇവിടെ ഇങ്ങനെ ആൾക്കാരുടെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ചൂടായാലും മഴയായാലും ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റ്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ടേസ്റ്റ് അല്ലേ? അതെ അതെ, ഒരു പ്രത്യേക രുചി. ഇത് പപ്പായ, ക്യാരറ്റ് പപ്പായ, ക്യാരറ്റ് അതേ ദഹിക്കില്ല. ഗിരിധരൻ. എവിടെ സ്ഥലം? ഇവിടെ തന്നെ സ്ഥലം BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അംഗമാണ്. സ്വന്തം സ്ഥലം പിണറായിയിലെ CPM ഉണ്ടാക്കിയ ഗ്രാമത്തിൽ പാറപ്പുറത്ത്. പാറപ്പുറം. എന്താ പാറപ്പുറം അല്ലേ? ധർമ്മടം മണ്ഡലം. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പാറപ്പുറത്തെ 164. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് വളരെ നല്ല നിലയിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. പുരോഗമിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളെ പോലെ വോട്ടിന് വേണ്ടിയല്ല ഈ പ്രാവശ്യം മത്സരിക്കുന്നത്, ജയിക്കാൻ തന്നെയാണ്. ആണല്ലേ? അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ പ്രവർത്തകരോടും പറയുമ്പോൾ ഈ പ്രാവശ്യം NDA 400 കടക്കും എത്ര എന്നുള്ളതിനെ കുറിച്ച് സംശയമുള്ളൂ. മോഡി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും, NDA ജയിക്കും, ഒരു തർക്കവുമില്ല അതിനകത്ത്. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമ്മൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. ഇവിടുത്തെ നേരത്തെയുള്ള MP
ഇവിടുത്തെ ജനങ്ങളുടെ അവസരത്തിനൊത്തോ അല്ലെങ്കിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രവൃത്തിയോ ഏറ്റെടുത്ത കാര്യങ്ങളോ ഒന്നും നടത്താതെ പാർലമെൻറ്റിൽ തന്നെ നിസ്സാര ദിവസങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ജനകീയ വികാരമുണ്ട്. അതുകൊണ്ട് BJPക്കും ആശ്വാസമുണ്ട്. ഇതാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരിടം. വളപട്ടണം പുഴയുടെ ഭാഗമാണ് കണ്ണൂർ ജില്ലയിലെ സംബന്ധിച്ച് ഏറ്റവും മനോഹരവും അതിന് ഏറ്റവും തിരക്കിലെ ഒരു ഏരിയ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അമലേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ? തെരഞ്ഞെടുപ്പ് നല്ല ഫൈറ്റാണ്, രണ്ടുപേരും അപ്പുറത്ത് കട്ടക്ക് നിൽക്കുക അല്ലേ? തീർച്ചയായും നല്ല വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ത്രികോണ മത്സരം നമുക്ക് കണ്ണൂരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. കാരണം അല്ല, BJPയുടെ സ്ഥാനാർത്ഥി മുൻ UDF സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അതാണ് അയാളെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് വ്യക്തിപരമായി അത് ആർക്കായിരിക്കും നഷ്ടം ഉണ്ടാക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു UDFന്റെ ഒരുപാട് വോട്ടുകൾ ഇപ്പുറത്തേക്ക് മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യക്തിപരമായി സി രഘുനാഥിന് ഒരുപാട് വോട്ടുകൾ ലഭിക്കും. എന്തുണ്ട് വിശേഷം? സുഖം. നേരത്തെ വിളിച്ചിരുന്നു. അതെ. ഉഷാറായി പോകുന്നു. കണ്ണൂരിൽ തുടർച്ചയായി വീണ്ടും ശ്രീ കെ സുധാകരൻ ബഹുഭൂരിപക്ഷം വോട്ടിന് വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പോൾ കുറേ ദിവസമായി സ്ഥാനാർത്ഥി പര്യടനമൊക്കെ കടന്നു പോകുമ്പോൾ സ്ഥാനാർത്ഥിയോടുള്ള ഒരു ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. തീർച്ചയായും ഒരു തവണ കൂടി ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിന്, കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിൽ 1 ലക്ഷം കടന്ന് ഇത്തവണ ഭൂരിപക്ഷം പോകുമെന്നാണ്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, ഈ UDF സ്ഥാനാർത്ഥിയായിരുന്നല്ലോ BJPയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ വോട്ട് ഒരിക്കലും ഞങ്ങള് ഉറച്ചു പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിന്റെ പകുതി വോട്ട് പോലും ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. കാരണം ഫീൽഡിൽ പോകുമ്പോൾ BJPയുടെ പ്രവർത്തകർ ആ സ്ഥാനാർത്ഥിയുടെ കൂടെ നിങ്ങൾ വെറുതെ ഒന്ന് പോയി നോക്കണം. ABVP-ക്കാരില്ല, യുവമോർച്ചക്കാരില്ല, മഹിളാ മോർച്ചക്കാരില്ല, BJP-ക്കാരില്ല, ആരുമില്ല. സംഘപരിവാറിൻ്റെ മുഴുവൻ ആളുകളും ആ സ്ഥാനാർത്ഥിയെ കൈയൊഴിഞ്ഞ കാഴ്ചയാണ്. ദയനീയമാണ്. BJP കേന്ദ്രങ്ങളിൽ പോലും പല സ്ഥലത്ത് ആ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്ത. പിന്നെ ഈ ബോംബ് സ്ഫോടനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ആർക്ക് നേട്ടമായിട്ട് ഇലക്ഷനിൽ വരിക? തീർച്ചയായും അത് മനസ്സിലാകും. കാരണം ഈ വ്യക്തിപരമായി എൻ്റെ ഒരു അനുഭവം കൂടി ഇതിനകത്തുണ്ട്. കാരണം ഈ കേസിൽ പ്രതികളായി കിടക്കുന്ന 3 ആളുകളും ഞാനുമായി ഒരു കേസിൽ നടക്കുന്നുണ്ട്. ഞാൻ പരാതിക്കാരനായ പാനൂർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 176-ൽ ഇവർ 3 പേര് പ്രതികളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർ. അന്ന് കുന്നോത്തുപറമ്പിലെ കോൺഗ്രസ് ഓഫീസ് കത്തിച്ച വിഷയത്തിൽ ഒരു പ്രതിഷേധ പൊതുയോഗത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് പോലീസ് കേസെടുത്ത കേസിലെ പ്രതികളെ ഇവർ. അന്ന് ഇവർ പറഞ്ഞത്, എന്നോട് പറഞ്ഞു, അബ്ദുൾ റഷീദ് നിന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നാണ്. അതുപോലെ ഇറച്ചിയിൽ മണ്ണ് പറ്റിയിട്ടാണ് അവിടെ കൂടെയുള്ളവൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മറ്റൊരുത്തൻ അതിദയനീയമായ അവസ്ഥയിൽ കിടക്കുന്നു. അന്ന് ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ജാമ്യം എടുത്തത് CPM നേതാക്കന്മാരാണ്. കേസ് നടത്തുന്നത് തലശ്ശേരിയിലെ പ്രമുഖരായ പിണറായിയുടെ വിശ്വസ്തനായ അഭിഭാഷകനാണ്. എന്തൊക്കെയാ പ്രധാനപ്പെട്ട ഭീഷണി? ഓരോ മണ്ഡലം, ഇപ്പം മട്ടന്നൂർ, ധർമ്മടം, ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളുണ്ടല്ലോ. 7 മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ ഭീഷണികളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ആശാവഹമായ സാഹചര്യങ്ങളല്ലേ UDFിലുള്ളത്. പിന്നെ കേന്ദ്രമായാലും കേരള ആയാലും വലിയ കൂട്ടത്തിലല്ലല്ലോ ഭരിക്കുന്നത്. ജനങ്ങൾക്കെതിരല്ലേ കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത മാസം ശമ്പളം കിട്ടുമോ പെൻഷൻ കിട്ടുമോ എന്നും കൂടി അറിയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. അതാണ് അവസ്ഥ, അതാണ് സാഹചര്യം. അപ്പോൾ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഏകീകരണം അതൊരു വലിയ പ്രതീക്ഷയാണ്. കാരണം അവരൊക്കെ മുസ്ലിം ക്രിസ്ത്യാനികളും ഒക്കെ മൊത്തം വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അതാണ് സന്ദർഭം. അപ്പോൾ ഒരു 1.5 ലക്ഷം വോട്ടിനെ സുധാരായിട്ട് ജയിക്കും. 1.5 ലക്ഷം വോട്ടിനെങ്കിലും ജയിച്ചിരിക്കും. MP എന്ന നിലയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇവർ പ്രചരിപ്പിക്കുന്ന കളപ്രചരണമാണ്. ഇപ്പോൾ കഴിഞ്ഞ റെയിൽവേയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് BSNL-മായി ബന്ധപ്പെട്ട് ഇവിടെ ഒരാൾക്കും കംപ്ലൈൻറ്റ് വരാൻ കഴിയില്ല. റേഞ്ച് കിട്ടാതെ വിഷയം അദ്ദേഹം ഇടപെട്ടിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും റേഞ്ച് ഉണ്ടാക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാക്കിയത്. അതോടൊപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആദ്യഘട്ടമെന്ന നിലയിൽ അമൃത് പദ്ധതിയിലൂടെ 35 കോടി രൂപ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹം പാസ്സാക്കി. അതുപോലെ തന്നെ പുതിയതായിട്ട് ഹാജർ നില കുറവാണ് ലോക്സഭയിൽ എന്നൊക്കെയാണല്ലോ പ്രചരണം കേൾക്കുന്നത്. അല്ല അത് എന്തുകൊണ്ടാണ് ഹാജർ നില കുറവ് എന്ന് പറഞ്ഞുകൂടാ?
സ്വാഭാവികമായി അദ്ദേഹം KPC പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളുണ്ടാവും. ഹാജർ നില കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ സുധാകരൻ ഏറ്റവും ടോപ്പാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന എംപിമാരിൽ മോശമല്ലാത്ത തരത്തിൽ 19 പേരോ അല്ലെങ്കിൽ 18 പേരോ 18 പേരിന്റെ ആവറേജിൽ അദ്ദേഹം ഉണ്ട്. ഇതൊക്കെ ഇവരുണ്ടാക്കുന്ന കഥകളാണ്. അല്ലാതെ ഹാജർ നിലയെ അല്ല, എന്താണ് നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്നാണ് നോക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ രാവിലെ ഒന്ന് ജസ്റ്റ് പോകണം. അതിരാവിലെ ഒന്ന് പോയി കഴിഞ്ഞാൽ 100 കണക്കിന് ആളുകളാണ് പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുന്നത്. വൃക്കരോഗികൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന വീടില്ലാത്ത ആളുകൾ, വീട് പിന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഇതെല്ലാം വിളിച്ച് പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഒരു എന്താണ് ഈ പിന്നെ LDF സ്ഥാനാർത്ഥിയുടെ പൊതുരംഗത്തുള്ള പിന്നെ സംഭാവന? പൊതുജനങ്ങൾക്ക് വേണ്ടി പാർട്ടി നോക്കാതെ. ഇപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥിയെ സമീപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ CPM-ന്റെ ഒരാൾ MP ആയി അല്ലെങ്കിൽ MLA ആയി, അവരെ സമീപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ സെക്രട്ടറിയുടെ കത്ത് വേണം, ഏരിയ സെക്രട്ടറിയുടെ കത്ത് വേണം. സുധാകരനെ സമീപിക്കാൻ അത് വേണ്ട. സുധാകരനെ നിങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കതീതമായി, മതങ്ങൾക്കതീതമായി ആ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹലോ, നമസ്കാരം. അപ്പൊ എന്തായാലും വലിയ ആവേശമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ, വിവാദങ്ങൾ, വ്യക്തിപരമായ ഞങ്ങൾ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഏറ്റുമുട്ടുകയാണ്. അഭ്യാസം കളിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വോട്ടർമാരുടെ നിയന്ത്രണങ്ങൾ. ഇപ്പോൾ പാമ്പുരുത്തി ദ്വീപിൽ പോയിട്ട് മുഖപടം അണിഞ്ഞവരെ ഇതിൻ്റെ അകത്ത് കയറ്റാൻ വിടില്ല. ആരാ പറഞ്ഞത്? എല്ലാവർക്കും അറിയാം. അവിടെ പള്ളിക്കുമ്പിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത്, നിരന്തരമായി ആക്രോശിക്കുന്നത്, ജഡ്ജിമാർക്കെതിരെ നടത്തി, ജുഡീഷ്യറിക്ക് നേരെ. അതുകൊണ്ട് ഇത് ഈ പറയുന്ന വെല്ലുവിളിയും ആക്രോശവും അക്രമവും നടത്താനുള്ള സ്ഥലമല്ല. കള്ളവോട്ട് ആരോപണം CPM അത് ജനങ്ങൾ കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി കള്ളവോട്ട് ചെയ്തിട്ട് ഇന്ന് പരിഹാസ്യമായിട്ട് അവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു CPM. നാണമുണ്ട് CPM-ന് ഈ ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന പ്രവർത്തനം? ഇത് കണ്ണൂർ ജില്ലയിൽ ജില്ലാ സെക്രട്ടറിയെ തന്നെ അവർ മത്സരരംഗത്തേക്ക് ഇറക്കിയത്. ആരോപണം വന്നിട്ടുണ്ട്. എന്താണ്? K കമലാക്ഷി വോട്ട് ചെയ്യുന്നതിന് പകരം മറ്റൊരാൾ കമലാക്ഷി എന്ന പേരുള്ള ഒരാൾ വോട്ട് ചെയ്തു. ഒരു ജനാധിപത്യ വിരുദ്ധതയ്ക്ക് ഞങ്ങൾ ഇതുവരെ കൂടുന്നിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നു, ഈ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്ന ഒരു പ്രവണത കണ്ണൂരിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കുന്ന പ്രവണത, അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പറയുന്നു. കണ്ണൂരിൽ ഒരു പ്രത്യേകമായ, കണ്ണൂരിൽ പ്രശ്നബാധിത ബൂത്തുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾക്കകത്ത് ഒരു പ്രത്യേകമായ നിരീക്ഷണം CCTV ക്യാമറയിലൂടെ ലോകത്തെ ലൈവായി കാണിച്ചാൽ കണ്ണൂരിൽ നടക്കുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലതാഴ്ത്തേണ്ട ഗതികേട് വരും. ലൈവായി ലോകത്തെ കാണിച്ചാൽ അതുപോലെ കള്ളവോട്ട് നടക്കുന്നത് ഇതൊക്കെ ഗാന്ധി സാക്ഷി നമുക്ക് ജൂൺ 4 ഞങ്ങൾ പറയുന്നത്.